ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്നിപ്പോ ഒരു ട്രെൻഡിങ് ടേം മാത്രമല്ല, ഇപ്പൊ ഇത് കമ്പനിയുടെ സ്ട്രാറ്റജീസിൽ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഡയറക്ട്ലി അവരുടെ കോസ്റ്റ്, മാർജിൻ, അതുപോലെ എഫിഷ്യൻസിനെയൊക്കെ ഇവിടെ ബാധിക്കാം. അപ്പൊ നമ്മളിവിടെ ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ 2025 സ്പെൻഡിങ് അറൌണ്ട് $1.7 ട്രില്യൺ ആയിരുന്നു. അപ്പൊ ഗാർഡിയന്റെ എസ്റ്റിമേറ്റ്സ് പ്രകാരം 2026 $2.5 ട്രില്യൺ വരെ എത്താം. 2027 $3.3 ട്രില്യൺ ക്രോസ് ചെയ്യുമെന്നാണ് പ്രഡിക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒട്ടും പുറകിലല്ല. ഇപ്പൊ ഫെബ്രുവരി 2026 ഇന്ത്യ ഇമ്പാക്ട് സബ്മിറ്റ് ഹോസ്റ്റ് ചെയ്തു. അപ്പൊ ഇതിൽ ഡെവലപ്മെന്റ് എല്ലാവർക്കും ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ തന്നെ റെസ്പോൺസിബിളായി യൂസ് ചെയ്യുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്നായിരുന്നു ഈ ഒരു സബ്മിറ്റിൽ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇവിടെ പല ആളുകളും പറയുന്നത് ഈ ഒരു റേസിൽ ഇന്ത്യ പുറകിലാവുന്നുണ്ടെന്നാണ്. അപ്പം ഇങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ കൂളായിട്ടുള്ള ടൂൾസ് ആണ് നോക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ശരിക്കുള്ള ഇമ്പാക്ട് ചില സൈലന്റ് ഏരിയാസിലാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട്, ഫ്രോഡ് ഡിറ്റക്ഷൻ, ലോൺ അപ്രൂവൽസ്, ബാക്ക് ആൻഡ് പ്രോസസ് പോലുള്ള ഏരിയാസിലാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും, അതുപോലെ എറേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇന്നിപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബിസിനസ്സും അവരുടെ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് ടേംസ് ഇവിടെ മനസ്സിലാക്കാനായിട്ടുണ്ട്: ഓട്ടോമേഷൻ, ജനറേറ്റീവ് ഓട്ടോമേഷൻ വഴി നമുക്ക് നിലവിലുള്ള ടാസ്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ കോസ്റ്റ് സേവിംഗ്, അതുപോലെ മാർജിൻ ഇംപ്രൂവ്മെന്റ് ആണ് ഇതിന് ഡയറക്റ്റ് ഇമ്പാക്ട് വരുന്നത്. അപ്പോൾ ജനറേറ്റീവ് വഴി പുതിയ കോണ്ടന്റും ഇന്ററാക്ഷൻസും ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗ്രോത്ത്, അതുപോലെ ഇന്നോവേഷന്റെ ഫാക്ടറാണ്. അപ്പൊ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ എന്ന് പറയുന്നത് ഒരു അവസരമാണ്, അതുപോലെ തന്നെ ഒരു ഭീഷണിയാണ്. അപ്പൊ നമുക്ക് സഞ്ജീവ് ബിഗ്ചന്ദാനി സാറിന് എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ ഇവിടെ ഒന്ന് കേട്ടു നോക്കുക. I said yesterday in my panel at the AI Summit, AI represents a threat and also an opportunity. So while it is possible that some roles and jobs and tasks may be replaced by AI agents, but at the same time, there will be situations where AI improves productivity, where AI supplements the human being, where AI creates new jobs, and AI does things that are not being done earlier. And there are enough examples of this already happening. So it's a mixed bag. You wait and watch. There will be some churn, some transition. But overall, I think it'll be 5 years from now, we'll look back on this and say it is a positive. So ഇന്നത്തെ നമ്മുടെ വീഡിയോയില് എക്സിക്യൂഷൻ ലെവലില് യൂസ് ചെയ്യുന്ന 10 കമ്പനികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ഇത് എങ്ങനെ അവരുടെ എഫിഷ്യൻസി, മാർജിൻ, അതുപോലെ ലോങ് ടേം ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്കിവിടെ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് ഇന്നത്തെ കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വന്ന് ബജാജ് ഫിനാൻസ് ആണ്. അപ്പൊ ബജാജ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFC ആണ്, അതായത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനി. അപ്പൊ അവർ TV, റെഫ്രിജറേറ്റേഴ്സ്, ഫോൺ പോലത്തെ കൺസ്യൂമർ ഡ്യൂറബിൾസിനായിട്ട് ലോൺ നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം അവര് പേഴ്സണൽ, SME, അതുപോലെ ഹോം ലോൺസ് നൽകുന്നുണ്ട്. അതുപോലെ പബ്ലിക്കിന്റെ അടുത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓംനി പ്രസന്റ് സ്ട്രാറ്റജിയിലാണ്. അതായത് സ്ട്രോങ് കസ്റ്റമേഴ്സ് ഫിസിക്കൽ ബ്രാഞ്ച് വഴിയും ബജാജ് ഫിൻസർവ് ആപ്പ് വഴിയും വരും. അപ്പൊ ബജാജ് ഇപ്പം അവരെ തന്നെ ഫിൻ AI കമ്പനിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതായത് ഫൈനാൻഷ്യൽ പ്ലസ് AI. ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ സെഗ്മെന്റിൽ 100% വീഡിയോസും ബാനേഴ്സും AI വഴിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2026 ഏകദേശം 2,70,000 വീഡിയോസും അതുപോലെ 1,20,000 ബാനേഴ്സും AI യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മാർക്കറ്റിംഗ് സ്പീഡ് കൂട്ടി, അതുപോലെ ഇവിടെ കോസ്റ്റ് കുറച്ചു. അപ്പൊ ഇവര് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഇപ്പൊ AI ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു കോഡിംഗ് എഫിഷ്യൻസി 25% ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കോൾ സെന്റേഴ്സിൽ വോയിസ് ടു ടെസ്റ്റ് AI യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ ഇൻസൈറ്റ് ലഭിക്കാനായിട്ട് 2 കോടി കോൾസ് അവർ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു AI ഇംപ്ലിമെന്റേഷൻ വഴി കമ്പനി ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇവിടെ നേടിയിട്ടുണ്ട്. അപ്പൊ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ടു നെറ്റ് ടോട്ടൽ ഇൻകം റേഷ്യോ 32.8% ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറവ് എക്സ്പെൻസിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ AI ജസ്റ്റ് കോസ്റ്റ് സേവ് ചെയ്യാൻ മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്, റവന്യൂ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ Q3 ഏകദേശം 1,568 കോടി ലോൺ ഡിസ്പേഴ്സ്മെന്റ് AI വോയിസ്, അതുപോലെ ടെസ്റ്റ് ബോട്ട്സ് വഴിയാണ് സംഭവിച്ചേക്കുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ ഓട്ടോ ക്വാളിറ്റി ചെക്ക് 41% കേസിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് അപ്രൂവൽ സ്പീഡ് കൂട്ടിയിട്ടുണ്ട്, അതിൽ മാനുവൽ എറേഴ്സ് ഇവിടെ കുറച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി വന്ന് പൈൻ ലാബ്സ് ആണ്. അപ്പൊ പൈൻ ലാബ്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന POS മെഷീൻ ആവും. പക്ഷെ അവരുടെ ബിസിനസ് അതിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല. ഇതിപ്പോ ഷോപ്പ് കീപ്പേഴ്സിന് പേയ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ, ബില്ലിംഗ് മാനേജ് ചെയ്യാൻ, അതുപോലെ EMI ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു ഫുൾ മെർച്ചന്റ് പ്ലാറ്റ്ഫോം ആണ്. അപ്പം ഇന്ത്യക്ക് അവര് മലേഷ്യ, UAE, അതുപോലെ സിംഗപ്പൂർ പോലത്തെ മാർക്കറ്റ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് അവരുടെ AI ഇന്റഗ്രേഷൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ കമ്പനിയുടെ സോഫ്റ്റ്വെയർ കോഡിൽ ഏകദേശം 20% ഇപ്പൊ AI ആണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെവലപ്പേഴ്സിന് പുതിയ പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഒരു സയൻസ് ഫിക്ഷൻ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം,
പക്ഷേ അവരുടെ പേയ്മെന്റ് ടെർമിനൽസിൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ 60% ഇഷ്യൂസ് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് റിസോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈവൻ എഞ്ചിനീയേഴ്സ് ഇവിടെ നോക്കേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല. കസ്റ്റമർ സപ്പോർട്ട് ടീമില് മെർച്ചന്റ് കമ്പനിക്ക് ഇമെയിൽ അയക്കുമ്പോൾ ആ ഒരു ഇമെയിൽ വായിച്ചിട്ട് പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ടിക്കറ്റ് റേസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു വർക്ക് ലോഡ് കുറയും. പൈൻ ലാബ്സ് ഓപ്പൺ എയോടൊപ്പം പാർട്ണർ ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏജൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്ന തൊട്ട് സ്വന്തം പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ. ഇനി നമുക്ക് ഇവരുടെ ബെനിഫിറ്റ്സ് നോക്കാം. ഇപ്പൊ Q3 FY26 പൈൻ ലാബ്സിന്റെ റവന്യൂ 24% കൂടി. അതേസമയത്ത് എംപ്ലോയി കോസ്റ്റ് 14% മാത്രമേ കൂടിയിട്ടുള്ളൂ. കാരണം കോഡിംഗ് അതുപോലെ തന്നെ സപ്പോർട്ട് വർക്കിന്റെ വലിയൊരു ഭാഗം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആളുകളെ ഹയർ ചെയ്യാതെ തന്നെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡ്രിവൻ ഫ്രോഡ് ഡിറ്റക്ഷനും അതിൽ സിസ്റ്റം ഡൗൺ ആവാതെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ടും പേയ്മെന്റ് ഇവിടെ സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മെർച്ചന്റ് ട്രസ്റ്റും ട്രാൻസാക്ഷൻ വോളിയം രണ്ടും ഇവിടെ കൂടും. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി വന്ന ലെൻസ്കാർട്ട് ആണ്. അപ്പൊ ഇവരുടെ മോഡൽ ഒമ്നി ചാനൽ D2C ആണ്. അപ്പൊ ഇവര് ഡയറക്ട്ലി കസ്റ്റമേഴ്സിലേക്ക് ഐവെയർ സെല്ല് ചെയ്യും. അപ്പൊ ഇവർക്ക് 2400-ലധികം സ്റ്റോറുകളുണ്ട്. അപ്പൊ സ്റ്റോർ വഴിയും അതുപോലെ ഓൺലൈൻ വഴിയായിട്ട് ഇവർ വിൽക്കും. അപ്പൊ ഇന്ത്യക്കൊപ്പം അവർ ജപ്പാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ അതുപോലെ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് പ്രസൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ലെൻസ്കാർട്ടിന്റെ ഫസ്റ്റ് അപ്രോച്ച് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ലൊക്കേഷനിലെ പൊട്ടൻഷ്യൽ സെയിൽസ് ഇവർ കണ്ടുപിടിക്കും. അത് പ്രിഡിക്ട് ചെയ്യും. അപ്പൊ ഇത് ഫെയിലിയറിനുള്ള റിസ്ക് ഇവിടെ കുറയ്ക്കും. ഇന്ത്യയിൽ 369 സ്റ്റോഴ്സിലായിട്ട് ഇന്റർനെറ്റ് വഴി ഡോക്ടേഴ്സ് ഐ ടെസ്റ്റ് നടത്തും. അപ്പൊ ഇത് റിമോട്ട് ഏരിയാസിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. അപ്പൊ കമ്പനിക്ക് ഇതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫോമിൽ ബെനിഫിറ്റ് ലഭിക്കും. അപ്പൊ ഹയറിംഗും ഓട്ടോമേഷൻ വഴിയും എംപ്ലോയി കോസ്റ്റ് ആസ് എ പെർസെന്റേജ് ഓഫ് റവന്യൂ 100 ബേസിസ് പോയിന്റ് കുറഞ്ഞു. അപ്പൊ ഇത് കമ്പനിയുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനി വരുന്നത് Paytm ആണ്. അപ്പൊ ഇവരുടെ ബിസിനസ് മോഡൽ പേയ്മെന്റ് ലെഡ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് ഡ്രിവൺ ആണ്. ഇപ്പൊ QR കോഡ്സ് അതുപോലെ സൗണ്ട് ബോക്സ് വഴി അവർ ആദ്യം കൺസ്യൂമേഴ്സും മെർച്ചന്റ്സിനെയും അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ലോൺ, ഇൻഷുറൻസ് അതുപോലെ ഇക്വിറ്റി ബ്രോക്കിംഗ് പോലത്തെ ഹൈ മാർജിൻ പ്രൊഡക്ട്സ് അവർക്ക് വിൽക്കും. ഇനി നമുക്ക് Paytmന്റെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ കമ്പനി ഗ്രോത്തിനായിട്ട് ടൂൾസ് യൂസ് ചെയ്യും. ലൈക്ക് ഇപ്പൊ Paytm ആംസ്, പെരിസ്കോപ്പ് പോലെയുള്ളത്. അപ്പൊ Paytm ആംസ് മെർച്ചന്റ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് കസ്റ്റമേഴ്സിന് ലോൺ ഓഫേഴ്സ് സജസ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്രോസ് സെല്ലിംഗ് ഈസി ആവും. അപ്പൊ പെരിസ്കോപ്പ് ഒരു റിയൽ ടൈം റിസ്ക് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഇത് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ലോസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ നമ്മളിത് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡ്രിവൺ ക്രോസ് സെല്ലിങ്ങും ഫ്രോഡ് ഡിറ്റക്ഷനും Paytmന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും അതിന് പ്ലാറ്റ്ഫോമിൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ സഹായിക്കും. അപ്പൊ ഇത് ലോങ് റണ്ണിൽ കമ്പനിക്ക് ബെനിഫിഷ്യൽ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യും. ഇനി നമ്മുടെ അഞ്ചാമത്തെ കമ്പനി വന്ന് NIIT ലേണിംഗ് സിസ്റ്റംസ് ആണ്. ഇവരുടെ ബിസിനസ് മോഡൽ മാനേജ് ട്രെയിനിങ് സർവീസസ് ആണ്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വലിയ ഗ്ലോബൽ കമ്പനീസ് അവർ മൊത്തം ട്രെയിനിങ്ങും ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ്സിനെ ഇവർക്ക് ഔട്ട്സോഴ്സ് ചെയ്യും. പിന്നെ ഇവർ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും, ട്രെയിനിങ് ഡെലിവറി ചെയ്യുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് അപ്രോച്ച് നമുക്ക് നോക്കാം. അപ്പൊ കമ്പനി ഇപ്പൊ അവർ അവതാസം റോൾ പ്ലേ സിമുലേഷൻസും ട്രെയിനിങ്ങിൽ യൂസ് ചെയ്യും. അപ്പൊ ഇത് എംപ്ലോയീസിന് സെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് പോലെ റിയൽ സിറ്റുവേഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പൊ ഇവർ ഈ അടുത്ത് സ്വീറ്റ് റഷ് എന്ന പേരുള്ള ഒരു കമ്പനി അക്വയർ ചെയ്തു. അപ്പൊ ഇത് എനേബിൾഡ് ലേണിംഗ് എക്സ്പീരിയൻസിലെ എക്സ്പേർട്ട് ആണ്. ഇനി നമുക്ക് അവരുടെ അഡോപ്ഷന്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. ഇപ്പൊ Q3 FY26 ഏകദേശം കമ്പനിയുടെ 11% റവന്യൂ എനേബിൾഡ് ഓഫറിംഗ്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് വലിയൊരു മാറ്റം മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി ഇന്നത്തെ നമ്മുടെ ആറാമത്തെ കമ്പനി വന്ന് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ജയ്പൂരിൽ തുടങ്ങിയ റീറ്റെയിൽ ഫോക്കസ് ബാങ്ക് ആണ്. ഇപ്പൊ ലോകമെമ്പാടും ഇവർക്ക് പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇവരുടെ മെയിൻ ബിസിനസ് ചെറിയ ബിസിനസ് ഓണേഴ്സ് അതുപോലെ തന്നെ വെഹിക്കിൾ ഓണേഴ്സ് അതുപോലെ ഇൻഡിവിജ്വൽസിന് ലോൺ കൊടുക്കുന്നതാണ്. ലൈക്ക് ഇപ്പൊ ഗോൾഡ് ലോൺ അതുപോലെ തന്നെ ഹോം ലോൺ ഒക്കെ. അപ്പൊ ഈ അടുത്ത് അവര് ഫിൻകെയർ SFB ആയിട്ട് മെർജ് ചെയ്തു. അപ്പൊ ഇത് സൗത്ത് ഇന്ത്യ അതുപോലെ റൂറൽ ഏരിയസിൽ അവരുടെ പ്രസൻസ് അവർ സ്ട്രോങ് ആക്കി. ഇനി നമുക്ക് ബാങ്കിന്റെ ഇംപ്ലിമെന്റേഷൻ ഒന്ന് മനസ്സിലാക്കാം. അപ്പൊ അവരുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഏകദേശം 60% ഫ്രോഡ് അലേർട്സും ട്രാൻസാക്ഷൻ മോണിറ്ററിംഗ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ വോയിസ് ബോട്ട്സ് തന്നെ 25% കസ്റ്റമർ ഇൻബോർഡ് കോൾസ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ഭാവിയിലേക്ക് ആയിട്ട് അജന്റിക് ഡെവലപ്പ് ചെയ്യുവാണ്. അപ്പൊ അവരുടെ പവർഡ് ഗോൾഡ് ലോൺ ഒറിജിനേഷൻ സിസ്റ്റം Q1 FY26 ലൈവ് പോകും. അപ്പൊ ഇത് പ്രോസസ് ഓട്ടോമേറ്റഡ് ആക്കും, അതിൽ വീട് വേഗത്തിലാക്കുന്നതായിരിക്കും. അപ്പൊ ഇന്റഗ്രേഷൻ എഫിഷ്യൻസി ഗെയിൻസ് നൽകുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് റിയൽ ടൈം ട്രിഗേഴ്സ് അതുപോലെ ബിസിനസ് അനലിറ്റിക്സും. അപ്പൊ ഇത് ബാങ്കിനെ കൂടുതൽ വേഗത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി ഇന്നത്തെ നമ്മുടെ 7th കമ്പനി വന്ന് വെരണ്ട ലേണിംഗ് ആണ്. അപ്പൊ കമ്പനി സ്കൂൾ, കോളേജ് അതുപോലെ പ്രൊഫഷണൽസിനെ ഇവിടെ കാറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് 4 മെയിൻ വെർട്ടിക്കൽസ് ആണ് ഉള്ളത്. കൊമേഴ്സിനായിട്ട് JK ഷാ ക്ലാസ്സസ്, ഗവൺമെന്റ് ടെസ്റ്റ് പ്രep വെരണ്ട റേസ്, സ്കൂൾ എഡ്യൂക്കേഷൻ വെരണ്ട K12, അതിൽ വൊക്കേഷണൽ എടുറുക്ക. അപ്പൊ ഇവര് ഓൺലൈൻ, ഓഫ്ലൈൻ അതിൽ ഹൈബ്രിഡ് മോഡൽ വഴി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കമ്പനിയുടെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഇൻബൗണ്ട് സെയിൽസ് കോൾ അതിൽ കസ്റ്റമർ ക്വയറീസ് ഇപ്പം എജന്റിക് ബോട്ട്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഡബിംഗ് ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് അവർ പോപ്പുലർ കോഴ്സ് പല ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് റൂറൽ ഏരിയയിലേക്ക് അവരുടെ റീച്ച് ഇവർ കൂട്ടുന്നുണ്ട്.
അപ്പൊ കമ്പനി എടുറുക്ക പ്ലാറ്റ്ഫോം വഴി ജെൻ എ അതുപോലെ അജന്റിക് എ കോഴ്സ് വിൽക്കും. അപ്പൊ എ ഇംപ്ലിമെന്റേഷൻ വഴി കമ്പനിക്ക് കോസ്റ്റ് അതുപോലെ തന്നെ റവന്യൂവിൽ ഇവിടെ മെച്ചമുണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അവരുടെ വൊക്കേഷണൽ സെഗ്മെന്റ് ആയ എടുറുക്ക അവരുടെ റവന്യൂവിന്റെ 40% എ അതുപോലെ ജെൻ എ കോഴ്സ് പഠിപ്പിക്കൽ നിന്ന് മാത്രം നേടുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ 8th കമ്പനി ഇവിടെ വരുന്ന ലേ ട്രാവന്യൂസ് ടെക്നോളജി ആണ്, അതായത് ഇക്സിഗോ. ഇക്സിഗോ ഒരു ഓൺലൈൻ ട്രാവൽ ഏജൻസി ആണ്. അപ്പം ഇവരുടെ പോപ്പുലർ ആയിട്ടുള്ള ആപ്സ് വരുന്ന ഇക്സിഗോ, കൺഫേം, ടിക്കറ്റ് അതുപോലെ തന്നെ അബി ബസ് ആണ്. അപ്പൊ ഇവർ യൂസേഴ്സിനായിട്ട് ട്രെയിൻ, ഫ്ലൈറ്റ്, ബസ് അതുപോലെ ഹോട്ടൽ ഫെസിലിറ്റീസ് നൽകുന്നുണ്ട്. അപ്പൊ അവർ എ ഇംപ്ലിമെന്റേഷൻ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അവർ സ്മാർട്ട് എ അസിസ്റ്റന്റ് പല ലാംഗ്വേജിൽ സപ്പോർട്ട് നൽകുന്നുണ്ട്. അതുപോലെ ഇപ്പം 89.9% ചാറ്റ് ക്വയറീസ് അതുപോലെ 76.12% വോയിസ് കോൾസും എ ഏജൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഇന്റേണൽ എ അഡോപ്ഷൻ വഴി അവരുടെ ആനുവലൈസ് റവന്യൂ പെർ എംപ്ലോയി 2 കോടി കടന്നു. അപ്പൊ ഇത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം വളരെ സ്ട്രോങ് ലെവലായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ 9th കമ്പനി വരുന്ന ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ആണ്. ഇതൊരു ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് കമ്പനിയാണ്. ഇവർ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട്, ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോട്ട്സ്, കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷൻ, കോൺട്രാക്ട് ലോജിസ്റ്റിക്സ് അതുപോലെ പ്രൊജക്ട് ആൻഡ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ എ ഇംപ്ലിമെന്റേഷൻ നോക്കാം. ഇപ്പം ഒരു ബാർകോഡ് സ്കാൻ ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഷിപ്മെന്റ് ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യും. സോ ഇത് മാനുവൽ ഡേറ്റ എൻട്രി ഓൾമോസ്റ്റ് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ കസ്റ്റമർ സർവീസിൽ എ ഓട്ടോമാറ്റിക്കലി ഡെയിലി 1000 കണക്കിന് ഇമെയിൽസ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ടീമിന് പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ കമ്പനി ഇവിടെ 24/7 വർക്ക് ചെയ്യുന്ന ഒരു ടെക് എനേബിൾ കൺട്രോൾ ടവർ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ഒരു സിസ്റ്റം രാജ്യം മുഴുവൻ ഓടുന്ന ട്രക്സിനെയൊക്കെ ലൈവ് ആയിട്ട് ഇവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഡെലിവറി ആപ്പ് ഫീൽഡ് സ്റ്റാഫിനെ റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യും. ഈ ഒരു എ ഇംപ്ലിമെന്റേഷൻ വഴി കമ്പനിക്ക് അവരുടെ സർവീസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു, ഓപ്പറേഷണൽ കോസ്റ്റ് മാനേജ് ചെയ്തു, അതുപോലെ പ്രോഫിറ്റബിലിറ്റി അവർ സ്ട്രോങ് ആക്കി. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വരുന്നത് നവനീത് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഈ ഒരു കമ്പനി മഹാരാഷ്ട്ര അതുപോലെ ഗുജറാത്ത് സ്റ്റേറ്റ് ബോർഡ് അതുപോലെ CBSE ആയിട്ട് എഡ്യൂക്കേഷണൽ ബുക്സ് വിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം അവർ സ്റ്റേഷനറി വിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ബിസിനസ് ഫിസിക്കൽ ബുക്കിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല. അപ്പൊ അവര് എഡ്ടെക് അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റിലേക്കും കൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവരുടെ എ ഇംപ്ലിമെന്റേഷൻ എന്താന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ കമ്പനിയുടെ എ മോഡൽ 1,10,000-ലധികം വേരിഫൈഡ് ഡിജിറ്റൽ റിസോഴ്സിലേക്ക് ട്രെയിൻഡ് ആണ്. അപ്പൊ ഇവിടെ പല എ ഏജൻസ് ലൈക്ക് കരിക്കുലം, അലൈൻമെന്റ്, കോണ്ടന്റ് സ്ട്രക്ചറിങ് അതുപോലെ അസസ്മെന്റ് ക്രിയേഷൻ ഒന്നിച്ച് വർക്ക് ചെയ്യും. അപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ഒരു ടോപ്പിക്ക് മാത്രം ടൈപ്പ് ചെയ്താൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് PPT പ്രസന്റേഷൻ, ക്യൂസ്, ഫ്ലാഷ് കാർഡ് അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വേഗത്തിൽ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കും. അപ്പൊ കമ്പനിക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ഇവിടെ ലഭിക്കും. അപ്പൊ ഇവരുടെ എ പ്ലാറ്റ്ഫോമിന് കുറച്ച് ലൈസൻസ് കോസ്റ്റ് ഉണ്ട്. പക്ഷെ അത് കമ്പനിയുടെ നിലവിൽ ബാംഗ്ലൂർ ടീം തന്നെയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ അഡീഷണൽ ബേർഡൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പം ഇതുവരെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 1000 CBSE അതിൽ SSC സ്കൂളിന് ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1000-ലധികം ടീച്ചേഴ്സും ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചേഴ്സിന്റെ ലെസൺ പ്രിപ്പയർ ചെയ്യല് അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് ഒക്കെ ചെയ്യുന്നതൊക്കെ എടുക്കുന്ന ടൈം ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ള കാര്യം ഇതാണ്, എ ജസ്റ്റ് ട്രെൻഡ് മാത്രമല്ല, ഇത് ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ അടുത്ത ഫേസ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എ ഇംപ്ലിമെന്റേഷൻ വഴി കമ്പനീസ് എങ്ങനെയാണ് അവർ കോസ്റ്റ് എഫിഷ്യൻസി അതിൽ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോക്ക് ഏതാന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കണ്ട. അതുപോലെ നമ്മളിപ്പം നോക്കുവാണെങ്കിൽ എ ഇംപ്ലിമെന്റേഷൻ വഴി മേജർ ട്രാൻസ്ഫോർമേഷൻ കാണുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, അതും കൂടി താഴെ നമുക്ക് കമന്റ്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.